നമസ്കാരം. പാലക്കാട് ഒരു വമ്പൻ പ്രൊജക്റ്റ് വരുന്നു. പ്രൊജക്റ്റ് മറ്റൊന്നുമല്ല, ബ്രാൻഡി. ബ്രാൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പുതിയൊരു ബ്രാൻഡി. ജവാൻ എന്ന ബ്രാൻഡിക്ക് പകരമായിട്ട് മറ്റൊരു ബ്രാൻഡി വരുന്നതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം സർക്കാരിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. ബ്രാൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാർ മിസ്റ്ററി എന്ന പേരിൽ ഒരു ബ്രാൻഡി ഇറങ്ങുന്നു. അത് പാലക്കാട് ചിറ്റൂരാണ്. ആ സംഭവത്തെപ്പറ്റി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തി പ്രതിപക്ഷത്ത് ശക്തമായ രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ പ്രതിഷേധ ശബ്ദമായിട്ട് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ശബ്ദം വരരുത് എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ പല കാരണങ്ങളിൽ ഏറ്റവും പുതിയൊരു കാരണമാണ് ഈ ഒരു വിഷയം എന്നുള്ളത്. കാരണം ഇത് സർക്കാരിന് അതുപോലെ ഈ കോക്കസിനൊക്കെ മുൻകൂട്ടി അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ഇത് ഒരു മെഗാ പ്രൊജക്റ്റാണിത്. മെഗാ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് മെഗാ ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോക്കസിൻ്റെ ഭാഗത്താണ് മെഗാ ആകുന്നത്. അതായത് ഇതിനകത്ത് വമ്പൻ ഒരു സാമ്പത്തിക ഡീല് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ചൂഷണം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം, പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് പണ്ട് കൊക്കക്കോള ഫാക്ടറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പൂട്ടിച്ചത് എത്ര കാലം കൊണ്ടാണ്, അതിനകത്ത് എത്രമാത്രം പ്രതിഷേധ ശബ്ദം ഉയർന്നു വന്നിരുന്നു. അതൊക്കെയാണ് അന്ന് നമ്മൾ പ്രതിഷേധത്തിൻ്റെ ശബ്ദമായിട്ട് അല്ലെ പ്രതിപക്ഷത്തിൻ്റെ സ്വരമായിട്ട് രണ്ട് അക്ഷരം ഈ പൊതുമണ്ഡലത്തിൽ അന്ന് ഉയർന്നു നിന്ന രണ്ട് അക്ഷരങ്ങൾ. അത് വേറൊന്നുമല്ല, സഹാവ് VS എന്ന രണ്ട് അക്ഷരങ്ങളായിരുന്നു. അദ്ദേഹം ശക്തമായിട്ട് ശരിക്കും പറഞ്ഞ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വികസനം എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വികസനമായിരിക്കണം. അല്ലാതെ വികസനം എന്നും പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന എല്ലാ ആഭാസങ്ങളും വികസനങ്ങളാകുന്നില്ല. അപ്പോൾ ആ നിലപാടുകൾ പലപ്പോഴും കൈക്കൊള്ളുന്ന പിന്തുടരുന്ന തലമുറകളിലെ നല്ല ക്വാളിറ്റിയുള്ള പല വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് ഈ രാഹുൽ മാക്കൂട്ടം. രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ ആയതുകൊണ്ട് അവർ വ്യത്യസ്തരാകുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാഹുൽ മാക്കൂട്ടം എന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും പ്രതിപക്ഷ ശബ്ദമായിട്ട് ഉയർന്നു വരരുത്, അതിനേക്കാൾ ഉപരി പാലക്കാടിൻ്റെ ശബ്ദമായിട്ട് ഒരിക്കലും ഉയർന്നു വരരുത് എന്ന് ഇവരാഗ്രഹിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യക്ഷത്തിലുള്ള ഒരു ഉദാഹരണമാണ് ഈ ഒരു ബ്രാൻഡി അവിടെ വരുന്ന, അതായത് മലബാർ ഡിസ്റ്റിലറി. അത് നേരത്തെ തന്നെ പാലക്കാട് ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ വന്നിരുന്ന ആ ഡിസ്റ്റിലറി ഓൾറെഡി പൂട്ടിക്കിടക്കുകയായിരുന്നു. അതിപ്പോൾ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടാണ് ഈ മലബാർ മിസ്റ്ററി എന്ന പേരിലുള്ള ബ്രാൻഡി ഇറക്കാനായിട്ട് ഈ മലബാർ ഡിസ്റ്റിലറിയായ ഈ ഡിസ്റ്റിലറി പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ പ്രവർത്തനം ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോഴത്തെ എക്സൈസ് മന്ത്രി MP രാജേഷ് പാലക്കാടുകാരനാണ്. തൃത്താല MLA ആയിരുന്ന അവിടുന്ന് ജയിച്ചു വന്നിരിക്കുന്ന വ്യക്തിയാണ് MP രാജേഷാണ് ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി. കാരണം ഈ ഒരു പദ്ധതി അവിടെ വരുമ്പോൾ അവിടെ വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതൊരു മെഗാ പ്രോജക്റ്റാണ്. അവിടെ പല വിധത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം എന്തുകൊണ്ടാണ് കൊക്കക്കോള ഫാക്ടറി അവിടെ പൂട്ടിക്കേണ്ടി വന്നത്. കാരണം ഈ വേനൽക്കാലമായി കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവപ്പെടുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. അവിടുത്തെ ജനങ്ങൾ വെറും പാവപ്പെട്ട ജനങ്ങളാണ്. അപ്പോൾ ഈ പാവങ്ങൾക്ക് വേണ്ടി പടവെട്ടുന്ന പടത്തലവനെ പടിയടച്ച് പിണ്ടം വയ്ക്കുക എന്നൊരു ഹിജൻ അജണ്ടയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ നേർക്കുണ്ടായിരിക്കുന്ന ഒരു സംഭവത്തെ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഒരു വ്യക്തി ഇതിനു മുമ്പുണ്ടായിരുന്നത് സഹാവ് VS ആയിരുന്നു. അപ്പോൾ ആ VSൻ്റെ കാലം കഴിഞ്ഞു. കാരണം അദ്ദേഹത്തെ പരമാവധി ഒതുക്കാൻ നോക്കിയെങ്കിലും ഒരു പരിധി വിട്ട് ഒതുക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ആ പ്രതിഷേധ ശബ്ദങ്ങൾക്ക് വളരെ ആർജവമുണ്ടായിരുന്നു. പൊതുസമൂഹം ഏറ്റെടുത്തിരുന്നു. അദ്ദേഹം പൊതുമണ്ഡലത്തിൽ പ്രതിനിധാനം ചെയ്തിരുന്ന പല കാര്യങ്ങളും വിജയിക്കുകയും കൂടി ചെയ്തിരുന്നു. ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ ഉയർന്നു വരുന്ന ഇപ്പോഴത്തുള്ള യുവ നേതാക്കളിൽ ഏറ്റവും അഗ്രസീവായിട്ടുള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു യുവ നേതാവാണ് രാഹുൽ മാക്കൂട്ടം. അപ്പോൾ ആ വ്യക്തിയെ ഈ രീതിയിൽ ഒതുക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ കോക്കസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് സതീശനിസ്റ്റുകൾ, സംഘിസ്റ്റുകളും പിണറായിസ്റ്റുകളും
ഈ 3 പേരും കൂടെ ചേർന്ന് ഈ SSP എന്ന ആ ഒരു കോക്കസിന് പലപ്പോഴും ഇത്തരം യുവ നേതാക്കൾ വെല്ലുവിളികളാണ്. നമുക്കറിയാം, കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് മാസപ്പടിയും ഒക്കെ പറ്റിയിരുന്ന പല വിഷയങ്ങളും ഇവിടെ ഉയർന്നു വന്നപ്പോൾ മാത്യു കുഴൽനാടൻ എന്നൊരു MLA ശക്തമായിട്ട് പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് അതിനെതിരെ പടപൊരുതുകയും അത് പൊതുമണ്ഡലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്ന സന്ദർഭങ്ങളിൽ പ്രതിപക്ഷത്ത് നിന്ന് പോലും മാത്യു കുഴൽനാടനെതിരെ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഇവിടെയും കാണണം. കാരണം ഈ ഒരു വ്യക്തി, രാഹുൽ മാക്കൂട്ട എന്ന വ്യക്തി, കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ തന്നെ എവിടെയെല്ലാം പൊതുസമൂഹത്തിന് വിഘാതമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക എന്നൊരു വ്യക്തി ആയിരിക്കുമ്പോൾ പാലക്കാട് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ കൃത്യമായിട്ട് രാഹുൽ മാക്കൂട്ടം അതിശക്തമായ രീതിയിൽ പ്രതിരോധിക്കും, പ്രതിഷേധിക്കും. പ്രതിഷേധ ശബ്ദം കേരള ജനത ഏറ്റെടുക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ആ വ്യക്തിയെ എങ്ങനെയും ഒതുക്കി ഇല്ലാതാക്കണം എന്നുള്ള ഈ ഹിജൻ അജണ്ടയുമായിട്ട് ഈ SSP നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് നിസ്സാര ഡിസ്റ്റിലറി ഒന്നുമല്ല. 75,000-ത്തിലധികം വിസ്തീർണം വരുന്ന ഒരു ഡിസ്റ്റിലറിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നത്, ഈ ചിറ്റൂർ വരുന്നത്. അതുപോലെ തന്നെ 13,500 കേസ് മദ്യമാണ് ഒരു ദിവസം അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 1,80,000-ത്തിലധികം ലിറ്റർ മദ്യം ഒരു ദിവസം അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ദിവസത്തെ മാത്രം കണക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം 13,500 കേസ്, 1,80,000-ത്തിലധികം ലിറ്റർ മദ്യം. അപ്പോൾ ഇപ്പോൾ അവിടുന്ന് അതിലേക്ക് ആവശ്യമായ വെള്ളം എടുക്കുന്നത് മലമ്പുഴ ഡാമിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. ഭാവിയിൽ അത് അവിടെ പിന്നെ മഴവെള്ള സംഭരണിയൊക്കെ ഉണ്ടാക്കാവുന്നു. ആ രീതിക്കൊക്കെ അവർ ആലോചിക്കുന്നു. അവരെങ്ങനെ പല കാര്യങ്ങളും ആലോചിക്കുന്നു. നമുക്കറിയാം, തുടക്കത്തിൽ പല പല ആശങ്കകൾ വരുമ്പോൾ അല്ലെ പൊതുസമൂഹം ഉയർത്തുമ്പോൾ അതിനെയെല്ലാം തടയിടാനൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങളൊക്കെ പറയും. പക്ഷേ ജനങ്ങൾ ഇത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് അതിനെപ്പറ്റിയൊന്നും അന്വേഷിക്കാനും സാധിക്കില്ല. പലവിധ ചൂഷണങ്ങളും നടക്കും. ഈ ചൂഷണങ്ങൾ എല്ലാം പൊതുസമൂഹം അംഗീകരിച്ച് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ പൊതുമണ്ഡലത്തിൽ ഉയർന്നു വരുമ്പോൾ ആ സ്വരങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് ഈ കോക്കസിൻ്റെ ഹിജൻ അജണ്ടയാണ്. കാരണം ഇതിനെതിരെ നമുക്ക് ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ വിഷയം പൊന്തി വന്നു കഴിഞ്ഞപ്പോൾ എക്സൈസ് മന്ത്രി പറഞ്ഞു, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പോലും അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? VD സതീശൻ ഉരുണ്ട് കളിച്ച് കിടന്നുകൊണ്ട് ഒരു മറുപടി പറഞ്ഞു എന്നുള്ളതല്ലാതെ VD സതീശൻ ശക്തമായിട്ട് ഇതിനെതിരെ ഒന്ന് പ്രതികരിച്ച് കണ്ടോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം വിഹിതങ്ങൾ ഇവർക്കെല്ലാം കൈപ്പറ്റുന്നുണ്ട്. അത് പ്രതിപക്ഷത്തുള്ള ചില പ്രമുഖരും ഭരണപക്ഷത്തുള്ള പ്രമുഖരും അതോടൊപ്പം തന്നെ BJPയിലുള്ള പ്രമുഖരും, ഈ 3 കൂട്ടരും ഇതിൻ്റെ പങ്കാളികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിനകത്ത് നിന്ന് ശക്തമായ പ്രതിഷേധങ്ങളില്ലാതെ. എന്തുകൊണ്ട് VD സതീശൻ ഒരു സമരം പ്രഖ്യാപിക്കുന്നില്ല? VD സതീശൻ്റെ ചരിത്രം നമുക്കറിയാലോ. ഇന്നുവരെയും ഏതെങ്കിലും ഒരു പ്രതിപക്ഷത്തെ അതിശക്തമായൊരു സമരമുഖത്ത് ആ വ്യക്തിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ നിങ്ങൾ ചിരിച്ചോളാം. കാരണം നല്ല കമ്മ്യൂണിസ്റ്റുകാർ പലരും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കാണ് വോട്ട് ചെയ്തത്. നിങ്ങൾ സംശയം ഉണ്ടെന്ന് നോക്കിക്കോ. ഈ ഏതെങ്കിലും സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് 4 ഡയലോഗുകൾ അടിക്കും. പത്രസമ്മേളനത്തിൽ പോയിരുന്നുകൊണ്ട് 4 ഡയലോഗുകൾ അടിക്കും. അതേ കഴിഞ്ഞ് ഒരു കാര്യവും ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഇന്നുവരെയും എവിടെയും പ്രതിഷേധിച്ച് കണ്ടിട്ടില്ല. കാരണം ഇവിടുത്തെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഉള്ള പൊതുസമൂഹത്തിൻ്റെ ആ ഒരു വികാരം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കൈമുതൽ. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ അന്യൻ്റെ വയറ്റിൽ കിടക്കുന്ന അമേദ്യം കണ്ടുകൊണ്ട് നമ്മൾ ഒരു ജീവിയെ വളർത്തുന്നു. അതുമാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ്റെ മനസ്സിലിരിപ്പ്. അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ ആ വ്യക്തിയിൽ ഒരു ക്വാളിറ്റി ഈ നിമിഷം വരെയും ആ വ്യക്തി പൊതുമണ്ഡലത്തിലേക്ക് നൽകിയിട്ടില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി മറുപടി പറഞ്ഞ് സ്വയം പരിഹാസമായിട്ട് നിൽക്കുക. കൈരളിയുടെയൊക്കെ ലേഖകര് ഒന്ന് അന്വേഷിക്കുക. ഇത്തരം വിഷയങ്ങളിൽ ശക്തമായിട്ട് പാർട്ടിയിൽ ഒരു പാർട്ടിയാണെങ്കിലും വ്യത്യസ്തമായ പാർട്ടിയാണെങ്കിൽ പോലും പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടി പടവെട്ടുന്ന പടത്തലവന്മാരെ പടിയടച്ച് പിണ്ടം വെക്കുക എന്നുള്ള ആ ഒരു ഹിജൻ അജണ്ട ഇവരുടെ മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ രാഹുൽ മാക്കൂട്ടത്തെ പോലുള്ളവരെ ഒതുക്കി നിർത്തുന്നത് എന്ന് മാത്രം പറയുന്നു. ഇതിനകത്ത് ഒരു വമ്പൻ ഫൈനാൻസ് പരിപാടികളാണ് ഇതിൽ നടക്കുന്നത്. വൻ സാമ്പത്തിക തിരിമറികൾ ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനേക്കാൾ ഉപരി
പാലക്കാടിന് ഏറ്റവും സാമൂഹ്യപരമായിട്ടുള്ള ഒരു വിപത്ത് അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പൊതുസമൂഹം തിരിച്ചറിയുക. ഈ ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോയിൽ വന്നത്. നന്ദി.